ഗുരുവായൂരപ്പ ശരണം. നിർമാല്യം തൊഴുതു കേട്ടോ. ഇന്ന് നിർമാല്യ ദർശനമാണ് കിട്ടിയത്. ഏതായാലും കുറച്ച് ദിവസമായി നിർമാല്യം ഒന്ന് തൊഴാമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. രാവിലെ 2:45 തന്നെ അവിടെ എത്തി. ഒന്ന് കയറി തൊഴാൻ പറ്റി. വളരെ സന്തോഷമായ ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാ ഭക്തർക്കും ആ ഗുരുവായൂരപ്പൻ്റെ നിർമാല്യ ദർശനം എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. വളരെ നല്ലൊരു കാഴ്ചയാണ്. കാരണം തലേ ദിവസത്തെ ആ ആടയാഭരണങ്ങളും എല്ലാം ആ ഗുരുവായൂരപ്പൻ്റെ ആ മഹാപ്രഭുവിൻ്റെ ദേഹത്ത് അതിങ്ങനെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ അഴിക്കാതെ ഒരു മാല അങ്ങനെ അഴിക്കാൻ തുടങ്ങണം. അത് കാണുക എന്ന് പറഞ്ഞാൽ വളരെ ഇതാണ്. സ്ഥിരമായിട്ട് നിർമാല്യം തൊഴുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരുടെ പരിചയം ഉണ്ടാവുകൊണ്ട് അവരുടെ കൂടെ അങ്ങോട്ട് കയറാൻ പറ്റി. അത് നല്ലൊരു കാര്യമായി. ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയും. ആ ഗുരുവായൂരപ്പൻ്റെ ഒരു അമൂല്യ ദർശനം തന്നെയാണത്. നിർമാല്യം തൊഴുക എന്ന് പറഞ്ഞാലേ എന്താ ഒരു കാഴ്ച എന്നറിയോ. എല്ലാ ആടയാഭരണങ്ങളും ഒക്കെ ഉള്ള തലേ ദിവസത്തെ, ഇന്നിപ്പോൾ പുതിയ മേൽശാന്തിയാണല്ലോ. പുതിയ മേൽശാന്തിയാണ്. അപ്പോൾ ഇന്നലത്തെ മേൽശാന്തി അലങ്കരിച്ച അതെല്ലാം ഇന്നത്തെ പുതിയ മേൽശാന്തി എടുത്തു മാറ്റുന്നു. അതൊരു കാഴ്ച തന്നെയാണ്. നല്ല തിരക്കാണ്. എന്തായാലും അത് തൊഴാൻ പറ്റി. എല്ലാ മാലകളൊക്കെ ഇങ്ങനെ മാറ്റണം. മാലകളൊക്കെ മാറ്റിയിട്ട് ആ മഹാപ്രഭുവിൻ്റെ യഥാർത്ഥ രൂപം നമുക്കൊരു ദർശനമായിട്ട് ഇങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണത്. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പനെ, ആ മഹാപ്രഭുവായ ആ ചതുർബാഹുവിനെ മനസ്സിലേക്ക് സ്മരിക്കുക, മനസ്സിലേക്ക് ആവാഹിക്കുക. അപ്പോൾ നമ്മൾ ആ ഗുരുവായൂരപ്പനെ തൊഴുതു എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. രാവിലെ നിർമാല്യ ദർശനം നടത്തി എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവട്ടെ. ആ ഗുരുവായൂരപ്പൻ്റെ ആടയാഭരണങ്ങളൊക്കെ അങ്ങനെ അഴിച്ചു മാറ്റിയതിന് ശേഷം വെറും ആ വിഗ്രഹം മാത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു നേരിയ വിളക്കിൻ്റെ ആ പ്രഭയിൽ ഇങ്ങനെ കാണുമ്പോൾ കറുത്ത പോലത്തെ വിഗ്രഹം അതിങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ അതൊന്ന് കണ്ടു. എല്ലാവർക്കും ആ മഹാപ്രഭുവിൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ നിർമാല്യ ദർശനം നിങ്ങളെല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ വന്നവരെല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണ.